ഡിഫൻസും സിവിലിയൻ ജീവിതവും രണ്ടും ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന ഒരാളാണ്. വ്യത്യാസം എന്താണ്? രണ്ടിലുമുള്ള ഡെഡിക്കേഷൻ സെയിം ആണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ജോലി 100% സിൻസിയറായിട്ട് ചെയ്യുക. എല്ലാവർക്കും 24 hours ഉള്ളൂ. പക്ഷേ അതിൽ നമ്മൾ എങ്ങനെ പിന്നെ ടൈം കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും. അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ചെയ്യുന്നു ആ സമയത്ത് 100% അവിടെ പ്രസൻസ് ആയിരിക്കുക, നമ്മൾ പറയുന്നത് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ടൈം കട്ട് ഓഫ് അവിടെ വെക്കുന്നത്, അപ്പം അത് മാത്രമേ നമ്മൾ മൈൻഡിൽ ഫോക്കസ് ഉള്ളൂ. അപ്പം 100% നമുക്ക് അവിടെ കമ്മിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ട്രെയിനിങ് പീരീഡിൽ ഈ പട്ടാളത്തിൻ്റെ ട്രെയിനിങ് ആണല്ലോ, അതെ കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. ശരിക്കും അതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പല ലൈഫിൽ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. നല്ലൊരു ബെഡ്, കിടന്നുറങ്ങാനുള്ള നല്ലൊരു ബെഡും ബെഡ്ഷീറ്റും, പിന്നെ നല്ല ഫുഡ്, അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ഒരു ഉറക്കം, ഇതൊക്കെ, അല്ലെങ്കിൽ നല്ലൊരു ടോയ്ലറ്റ്, അതൊക്കെ നമുക്ക് വീട്ടിൽ നമുക്കുള്ളപ്പോൾ ഇതൊന്നും നമ്മളൊരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഡേ ടു ഡേ. പക്ഷേ സൈനികർ ഇതെല്ലാം ത്യജിച്ചിട്ട് ബോർഡറിൽ നമ്മളെ കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് നിൽക്കുന്ന. പല സിവിലിയൻ ലൈഫിൽ നമ്മളതൊന്നും ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ബോർഡറിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നു, ആരെങ്കിലും ഒരു വീരമൃത്യു വരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അനുശോചനം വരുന്നതോ നമുക്കൊരു അശ്രു നമ്മൾ പൊഴിക്കുന്നത്. അത് നമുക്കറിയാവുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ അതൊരു അനദർ പേഴ്സൺ ഡെഡ് ഇൻ ദ ബോർഡർ എന്നാണ്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായത് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ പോയപ്പോഴാണ്. കാര്യം ആദ്യത്തെ ദിവസം തന്നെ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു. ഇപ്പോൾ പുറം ലോകമായിട്ടുള്ള എല്ലാ സമ്പർക്കവും നമുക്ക് കട്ട് ഓഫായി. പിന്നെ നമ്മളുടെ ലോകം അതിനകത്താണ്. അതിനകത്ത് ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് റിയലി ഫീൽ, ആ ഒരു സൈനികരോടുള്ള ബഹുമാനം എനിക്ക് അത്രയ്ക്കും ഇതാണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രെയിനിങ് അങ്ങനെയായിരുന്നു. കാര്യം നമ്മൾ ഫുഡ് വിളമ്പി കഴിക്കാൻ എടുക്കുമ്പോഴാണ് ഫോൾ ഇൻ ആവാൻ പറയുന്നത്. ബിക്കോസ് ഫുഡ് കഴിക്കാൻ പോലും ഒരു യുദ്ധമുഖത്തിലാണെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളത് ഡിപ്രൈവ് ചെയ്താലേ നമുക്കറിയുള്ളൂ എന്താണ് നമ്മൾ ഡിപ്രൈവ്ഡ് ആവുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളാണ്. എവറി 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടെ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കും, സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആക്കി. അപ്പോൾ അവസാനത്തെ ഒരു 3-4 ദിവസമൊന്നും നമുക്ക് ഭക്ഷണമില്ല, ഉറക്കമില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അപ്പം നമുക്കറിയാം ഇത് 2 ദിവസം കഴിയുമ്പോൾ തീരും, നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് പോവാം. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഉടനെ ഒന്നും ചിന്തിക്കേണ്ട, അടുത്ത ട്രെയിനിങ് പീരീഡിനെ പറ്റി അതുവരെ നമുക്കിതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പക്ഷേ ഒരു അതിർത്തിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു 40-50 ഡിഗ്രി ചൂടോ അല്ലെങ്കിൽ -30 നിൽക്കുമ്പോൾ അവർക്കതിനൊരു എൻഡില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെയാണോ ഇവർ അനുഭവിക്കുന്നതും, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴും നമ്മൾ എന്താണ് അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നത് ഒരു നോർമൽ ലൈഫിൽ. അത് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സങ്ങ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐ എം ഗെറ്റിങ് ഇമോഷണൽ വെൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അത് നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രം അറിയുന്നൊരു ഫീലാണത്. സോറി.